Hello, assalamu alaikum. Welcome back again to Murshi's vlog. So guys, how are you? It's been a long time. കുറേ നാളായി നിങ്ങളെല്ലാവരെയും കണ്ടിട്ട്. I was very busy guys. ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. ക്ലാസ്സും അക്കാഡമിക്സും അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഫുള്ള് തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചത്ത പോലെ ഉണ്ടായത്. ഇപ്പം നമുക്ക് ഒന്നും കൂടി ഉഷാറാക്കാം. ഐ ഹോപ്പ് ഓൾ യുവർ സപ്പോർട്ട്. നോമ്പൊക്കെ എങ്ങനെയുണ്ട്? ഹൗ ആർ യു ഗൈസ്? എന്താ എങ്ങനെ പോകുന്നു? ഇന്ന് നമുക്ക് നൗറീസായിട്ട് 4 to 5 days ലീവാണ്. ഇന്ന് നമ്മൾ ഇൻഷാല്ലാ എനിക്ക് കുറച്ച് സാധനം വന്നിട്ടുണ്ട്. ആ സാധനം നമുക്ക് പോയി കളക്ട് ചെയ്ത് വരാം. ഐ വിൽ ഷോ എവറിത്തിങ് വാട്ട് ഐ ഡു ടുഡേ. ഓക്കെ, അപ്പോൾ ലോഹറിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ നിസ്കരിച്ചിട്ടാണ് പോകുന്നത്. സ്കെച്ച് ചെയ്ത് നമുക്ക് റെഡിയാകാം. നമ്മൾ പരുത്തിയാണ് ഇടാൻ വേണ്ടി പോകുന്നത്. പുറത്ത് നല്ല ക്ലൈമറ്റാണ്. 13 degree 14 degree അങ്ങനെ ഉള്ളൂ. ദിസ് ഈസ് മൈ അബായ. ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ഇടാറുണ്ട്, ബട്ട് യൂട്യൂബിൽ കാണിക്കാറില്ല. അപ്പോൾ യൂഷ്വലി ഞാൻ ക്ലാസ്സിന് പോകുമ്പോഴും ഇങ്ങനെ എന്താ ഈ അടുത്തടുത്ത് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ മേക്കപ്പ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈവൻ ഇവൻറ്റോ അങ്ങനെ പരിപാടി വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫോക്സ് ടെയിലിൻ്റെ കാണുന്നുണ്ടോ? സൺകിസ്റ്റാണ് ഗൈസ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലത് കാണാൻ വരുന്നത്. ഫോക്സ് ടെയിലിൻ്റെ ഒരു ഗ്ലോ മോയ്സ്ചറൈസർ, നിയാസൻമൈഡും വൈറ്റമിൻ സി പെപ്റ്റൈഡ്സ് എല്ലാം ഒരു മോയ്സ്ചറൈസറും പിന്നെ ലിപ് ബാം ഇടും. പിന്നെ നോമ്പല്ലേ എന്തിന് ഗൈസ് മേക്കപ്പ് എല്ലാം, സോ അതേ ഇടും. സൺസ്ക്രീനും ഇടയ്ക്ക് സൺസ്ക്രീൻ ഇടും, ഇടയ്ക്ക് മോയ്സ്ചറൈസർ ഇടും. ഈ മോയ്സ്ചറൈസർ നല്ലതാണ്. ലൈക്ക് നമ്മൾ മേക്കപ്പ് ഇട്ടൊരു ഗ്ലോ തന്നെ നമുക്ക് ഇതിൽ കിട്ടും. അതുകൊണ്ട് ഞാൻ ഇപ്പായിട്ട് ഇതന്നെ ഇടല്. ഇത് ഉമ്മ കൊടുത്തയച്ചാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ. ഇത് ഇവിടെ കിട്ടിയില്ല. നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായില്ലേ, അപ്പോൾ അവർ വന്നപ്പം കൊടുത്തയച്ചാണ്. ഞാൻ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നല്ല, നിങ്ങൾക്ക് അറിഞ്ഞില്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിന് ഗൈസ്. പക്ഷെ എനിക്ക് സമയം ഉണ്ടായിട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ വാസ് വെരി ബിസി, ദാറ്റ്സ് എ പ്രോബ്ലം. പിന്നെ ഇതാ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഇതാ ഒരു ഗ്ലോ ഇല്ലേ ഫേസിൽ. സോ പിന്നെ ഷുഗറിൻ്റെ ഒരു ലിപ് ബാം. ഇപ്പോൾ എല്ലാവരും പറയും റമദാൻ മാസമല്ലേ ലിപ് ബാം ഒന്നും ഇടില്ല അങ്ങനെ ഇങ്ങനെയല്ല പറയും. ബട്ട് യുനോ ഈ തണുപ്പുള്ള കൺട്രി അല്ലേ, അതുകൊണ്ട് നമ്മൾ ലിപ് ബാം ഇടാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വെള്ളം കുടിക്കുന്നില്ല, ഡീഹൈഡ്രേറ്റഡ് ആണ്. അപ്പം ലിപ്സൊക്കെ പൊട്ടൂലേ, വിൽ ഗെറ്റ് പെയിൻ. അതുകൊണ്ട് നമ്മൾ ലിപ് ബാം മോയ്സ്ചറൈസർ ഇട്ടു. ഷുവർ സ്കാർഫ് കുത്തിയിട്ട് ടു സ്റ്റാർട്ട് വിത്ത് ദിസ് റെഡ് സ്കാർഫ്. സ്കാർഫ് കുത്തിനമ്മോ നമുക്ക് പോവാം. ഞങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്കറിയാം ഞാൻ സ്കാർഫ് അങ്ങനെ കുത്തലില്ല അല്ലേ, അതുകൊണ്ട് നമുക്ക് സ്കാർഫ് കുത്താൻ അറിയില്ല ശരിക്കും. ഞാൻ പെണ്ണെ കുത്തിയത് ബർത്ത്ഡേ കുത്തിയേ എനിക്ക് ശരിക്കും അറിയില്ല. ബിക്കോസ് യൂഷ്വലി ഐ ഡോണ്ട് യൂസ് ടു മേക്ക് ഹിജാബ് ആസ് യു ഗൈസ് നോ. പിന്നെ അപ്പം സ്കാർഫ് ബെല്ലിന് കുത്താന്ന് അറിയില്ല, ജസ്റ്റ് നമ്മൾ കുത്തി. അപ്പം നമുക്ക് പോയറാം. എന്തായാലും റമദാൻ മാസമായിട്ട് പെർഫ്യൂം അടിക്കാൻ പറ്റൂല. സോ ഐ എം ജസ്റ്റ് യൂസിങ് ഹാൻഡ് ക്രീം, ലാരുൻ്റെ ഹാൻഡ് ക്രീം. ഇത് അത്യാവശ്യം നല്ല മണമാണ്. എന്താ പറയുക, ഞാൻ പെർഫ്യൂം അടിക്കുന്നത് എനിക്ക് തന്നെ എന്താ പറയുക, ലൈക്ക് കോൺഫിഡൻ്റ് ആവാനാണ്. ഐ ബി സെൽഫ് കോൺഫിഡൻറ്റ് ആഫ്റ്റർ ഗെറ്റിംഗ് ഗുഡ് സ്മെൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹാൻഡ് ക്രീം ഇടാണ്. ഇതൊരു നല്ല ഫ്രഷ് സ്മെല്ലുണ്ടാവും. ഐ ഡു ഹാവ് മോർ ബട്ടർ ക്രീംസ് ആൻഡ് ഹാൻഡ് ക്രീംസ് വിച്ച് സ്മെൽസ് ഗുഡ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹാൻഡ് ക്രീമും കൂടി ഇടാണ്. ആൻഡ് നമുക്ക് പോയി ഇപ്പോൾ ലോഹറിൻ്റെ സമയമാണ്. ഇപ്പോൾ ലോഹർ സ്കെച്ചാണ് പോകുന്നത്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ നാട്ടിലത്തെ പോലെ തന്നെ എന്താ പറയില്ലേ, 4-5 മണിക്ക് അല്ല 4:16 അസർ ബാങ്ക് കൊടുക്കും, ലോഹർ 12 മണിക്ക് കൊടുക്കും. അങ്ങനെ മുന്നാണെങ്കിൽ പിന്നെ വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്ക് തന്നെ മഗ്‌രിബ് അടക്കം കൊടുത്തിട്ടുണ്ടായിനി. വിൻ്റർ ആകുമ്പോൾ പെയ്യും സൺസെറ്റ് ആവുമല്ലോ. അപ്പം ഇപ്പോൾ കഥയില്ല, ഇപ്പോൾ ലേറ്റ് ആവും നാട്ടിലത്തെ പോലെ തന്നെ. അപ്പോൾ ഞാൻ ക്യാഷ് കൊണ്ട് എൻ്റെ വാച്ച് ഇട്ടിന് കയ്യിൽ, ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നിനവേ, അതുകൊണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത്. പിന്നെ ഞാനൊരു ബാഗ് എടുത്തിന്. ഇത് ബാഗിനെ സ്റ്റൈലാക്കാൻ വേണ്ടി എടുത്തു എന്നല്ലേ. പിന്നെ എൻ്റെ ഫോൺ ഞാൻ ഈയിടെ പോയെങ്കിൽ ആ ബൈക്കാവും. അത് 101% ഷുവറാണ്. ഞങ്ങൾക്ക് മുമ്പ് പറയാൻ കഴിയില്ലല്ലോ. അപ്പം വയ്യോ ഇല്ല ഇപ്പോൾ വരുന്നിട്ട് ഞാൻ ഉള്ള ചാർജ് കൊണ്ട് പോകും. വരുമ്പോഴൊക്കെ ചാർജ് ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തു നിന്ന് ഓരോ ബസ്സും ഓരോ റൂട്ടാണ്. എപ്പോഴും ഒരേ ബസ് ഒരേ റൂട്ടായിരിക്കില്ല. അത് നോക്കണം, നമുക്ക് ഫോണിൽ ചാർജ് വേണ്ടേ. അപ്പോൾ എപ്പോഴും ബൈക്കാവും. അപ്പോൾ ബൈക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പവർ ബാങ്ക് എടുക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ ബാഗ് എടുത്തിനെ, വേറെ എന്തും ഇല്ല ബാഗിൽ. ഇതൊക്കെ ഗിഫ്റ്റ് ആക്കിയതാണ് ബാഗ്, കുട്ട പോലത്തെ പവർ ബാങ്ക്. അപ്പോൾ നമുക്കിത് കീശിലിടാൻ പറ്റി കഴിയില്ല, ബട്ട് നല്ല പവർ ബാങ്കാണ്.
എന്താ പറയല് കുറേ പ്രാവശ്യം നമുക്ക് ചാർജ് ഒരിക്കൽ ഫില്ലാക്കിയെങ്കിൽ 4-5 പ്രാവശ്യം ഫോണിൽ ചാർജ് നിൽക്കും. ബാക്കി ഇങ്ങനെയുണ്ട്, നല്ല പൈലേ. വേണ്ട ഒരു കമൻ്റ് ആക്ക്, ഞാൻ ലിങ്ക് അയക്കുന്നുണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ആക്കിയത്. സോ ചേട്ടാ ഇപ്പോൾ ബാഗ് എടുത്ത് പവർ ബാങ്ക് ഉണ്ട്, പിന്നെന്ത് അത്ര തന്നെ. ഇപ്പോൾ പോയാറാ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടേ ഒരു സമ്മർ തുടങ്ങിയത്. കണ്ണ് കുത്തുന്ന വെയിലുണ്ട്, ബസ് സ്റ്റോപ്പിലൊക്കെ ഒരു 8-9 മിനിറ്റ് നടക്കണം. ഇങ്ങനെ വരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്തെങ്കിലും ഈ നോമ്പ് നോക്കിച്ച് ഇങ്ങനെ തിരക്കിൽ പായുന്നേന്ന്. ശരിക്കും ബാഗോ സാധനം ഒന്നും എടുക്കാനല്ല. നമ്മ സാധനം എടുത്തിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി പെയ്ഡല്ലേ, ഇത്ര ദിവസത്തിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ആ സാധനം തിരിച്ചു പോകും, നമുക്ക് കിട്ടൂല. അപ്പോൾ എന്തായാലും എടുക്കണ്ടേ. കുറേ നാളെ വാങ്ങിച്ചാൽ തിരക്കാരൻ ഇതുവരെ പോയിട്ടാൽ എനിക്കവിടെ ഒരു ആൻറ്റീനെ അറിയാം. ആൻറ്റി എന്നെ അറിയുന്നതുകൊണ്ട് മാത്രം മാറ്റി വെച്ച്. ഇന്ന് ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞ് എന്തായാലും വരണോ, ഞാൻ ഒറിജിനൽ ലീവാണ്. അവർ സ്റ്റോറ് എന്താ പാക്കപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചിലപ്പോൾ സാധനം പോകുന്നില്ല, അതുകൊണ്ട് മാത്രം ഞാൻ പോകുന്നത്. അപ്പം 8 മിനിറ്റ് നടക്കണോ, പോവാം നമുക്ക്. പിന്നെ എന്താക്കുന്നത്, ഈ സാധനം എടുക്കാൻ വേണ്ടി പോകുന്നത് ഒരു അട്ടപ്പാടിയിലവേ. ബസ്സിൽ 30-40 മിനിറ്റ്സ് ഇരിക്കണം, ഡിപ്പെൻഡ് അപ്പോൺ ട്രാഫിക്കാണ് 1 ഹവർ ഇരിക്കണം. അപ്പോൾ നമുക്ക് ബസ്സിൽ ഉറങ്ങാം. പിന്നെ എന്താക്കുന്നത്, സോ പോവാം. സമ്മർ ആയെങ്കിൽ ശരിക്കും ഭയങ്കര നല്ല. വിൻ്റർ ആണെങ്കിൽ നമുക്ക് ഒരിടത്ത് പോകാൻ പറ്റില്ല, ഇങ്ങനെ വിറക്കും, ഇങ്ങനെ കൈയും കാലും വിറക്കും. സമ്മർ ആണെങ്കിൽ നമുക്ക് എല്ലായിടത്തും പോവാം. ആകെ സഹിക്കേണ്ടത് ഈ വെയിൽ മാത്രം. വെയിലാണെങ്കിൽ തണുപ്പുണ്ട്, ചൂടില്ല, തണുപ്പുണ്ട്. പക്ഷെ കണ്ണ് കുത്തുന്ന വെയിലാകുമ്പോൾ തല മുമ്പിലേക്ക് വീയോ, അതാ പ്രശ്നം. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇപ്പോഴത്തെ അപ്പോഴത്തെ ഡിഫറൻസ്. ഇങ്ങനെ ഞെട്ടി പോവും അല്ലാണ്ട് ഒരു കുതിർത്ത് നോക്കിയാലേ. ഇതിപ്പോൾ ഫുള്ള് വരക്കുമ്പോൾ മാത്രമല്ല ഉണ്ടത്, ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിറച്ച് പച്ച കളറാവും, നിറച്ചാവും. ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇനി ഞാൻ വീഡിയോ ഇടുവേ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കേ, അപ്പോൾ നമ്മൾ ബസ് കീഞ്ഞ് വീടിന് നമുക്കൊരു 4 മിനിറ്റ് നടക്കണം. ഇതന്നെ പണി, നടക്കലെന്നെ പണി. നാട്ടിൽ നിന്ന് ഞാൻ ഒരടി പോലും നടക്കലില്ല, ഇവിടെ പഞ്ച് നടക്കലേ ഇല്ലു, അതിൽ പഠിക്കൂ. പിന്നെ അപ്പോൾ നമ്മൾ പോയിട്ട് സാധനം എടുത്തിട്ട് വരാം. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ നോക്കുക, പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട് ഇവിടെ പാർക്കിൽ. ചെറിയ കിടാലത പായിന്ന് മമ്മനെ കണ്ട് ഓടുന്ന. അപ്പോൾ ഇതാണ് ഏരിയൽ കഴുകു. ഈടെയാണ് ഞാൻ വന്നത് സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് തുർക്കി, ചൈന, പിന്നീട് ടെമു, UK അങ്ങനെ കുറേ സ്ഥലത്ത് ഗുഡ്സ് എല്ലാം വരും. 1 കിലോക്ക് $4 അങ്ങനെ എന്തോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അണ്ടർഗ്രൗണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വേണം, സലൂണും അതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ക്ലോസ് ആണ്, ടൈം ലഞ്ച് ബ്രേക്ക് ടൈം എന്ന് തോന്നുന്നു. അപ്പോൾ യോറൊക്കെ സലൂണ്ട് അവരെ കൊടുത്തയച്ച്. ഇത് എൻ്റെ സാധനം, ഈ പേര് എഴുതിയിട്ടുണ്ട് മുർഷീന്നു, പിന്നെ നമ്പറും എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ഇത് സാധനം ദസദാൻ സ്വസിവ. അപ്പോൾ നമ്മൾ സാധനം എടുത്തിട്ട് നമ്മൾ പോകുന്നു. ഞാൻ പറഞ്ഞിട്ടപ്പളേ ഇവിടുത്തെ ആൻറ്റിക്ക് എന്നെ അറിയാം, പാപ്പ ആൻറ്റി. ഇപ്പോൾ അത് ലഞ്ച് ബ്രേക്ക് 3 o'clock വരെ ഉണ്ടാവും. 1 hour കൂടെ എന്നെ നിർത്തിക്കണ്ട പറഞ്ഞിട്ട് യോറെ കയ്യിൽ കൊടുത്ത്. ശരി കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. പക്ഷെ ആൻറ്റി അറിയുന്നതുകൊണ്ട് എന്താക്കി, അങ്ങനത്തെ കഥയൊന്നും ആക്കിച്ചാ. അപ്പം സാധനം കിട്ടി, ഇത്ര തന്നെ വരാ സാധനം എടുക്കാം. ഇപ്പോൾ പോലെ അതിനമ്മ ഇപ്പോൾ നേരെ റൂമിൽ പോവാം. ആകെ കച്ചരയെല്ലാം ബുദ്ധിമുട്ടി ഇടങ്ങേറുന്നുണ്ടത് മാത്രം. ഒരു 40-45 മിനിറ്റ്സ് ബസ്സിൽ ഇങ്ങനെ ഇരിക്കണം. ഈ നോമ്പ് നോക്കിച്ച് വരുമ്പോൾ കാറെല്ലാം മുട്ടുന്നു, അങ്ങനത്തെ കഥ മാത്രം. ഇല്ലെങ്കിൽ കഥയൊന്നുമില്ല. വന്നെങ്കിൽ അപ്പം തന്നെ നമുക്കൊരു സാധനം ഇട്ടിച്ച് നമുക്ക് സാധനം എടുത്തിട്ട് പൈസ കൊടുത്ത് പോവാം. ഇത് പൈസ ഓൺലൈനിൽ ഓൾറെഡി കൊടുത്താണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ എന്നെ ഓർഡറാക്കിയ സാധനവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, എന്നാലും എനിക്ക് ഇന്നെ പുൾറാട്ട് കട എന്ത് പൊള്ളിലുണ്ട് ഈടുന്ന് തന്നെ പൊട്ടിച്ചേരാന്ന് വെച്ചിട്ട് ഇങ്ങനെ എന്ന് പറയില്ല, ഭയങ്കര എന്തെങ്കിലും അങ്ങനെ എനിക്ക് എന്ത് പറയാൻ അറിയില്ല. പക്ഷേ ഇവിടുന്ന് പൊട്ടിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി കഴിയില്ലല്ലേ. അപ്പോൾ ഞാൻ വെച്ച് കുഴപ്പമില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി റൂമിൽ പോകാം. യൂഷ്വലി എപ്പോൾ ഇവിടെ വന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് തന്നെ പൊട്ടിച്ചു, നമുക്ക് സമാധാനമില്ല, നമുക്ക് ഒരുക്കത്തോളം സമാധാനമില്ല. ഇവിടുന്ന് തന്നെ പൊട്ടിച്ചിട്ട് എന്തുണ്ട് എല്ലുണ്ട് എന്നെല്ലാം നോക്കിയിട്ട് ഞാൻ പൊരൽ കൊണ്ടുവരും.
അങ്ങനെ ഇനി പെരക്ക് പോയിട്ട് നല്ലതിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ സമയം എത്ര അതിന് 2:20 ആയത്. ഇനി നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഇതെല്ലാം നോക്കി പിന്നെ എന്താ പറയല്ലേ, ഇപ്പോൾ ലീവല്ലേ, അപ്പോൾ കഴിയുന്നതും മാക്സിമം 10 തീർക്കാൻ വേണ്ടി നോക്കണം. നമുക്ക് കുറച്ച് ഓതിയിട്ടെല്ലാം ആയിട്ട് അസ്തരിച്ചിട്ട് വൈകുന്നേരം എന്താക്കുന്നത് കൂടി ഞാൻ കാണിക്കുക. യൂഷ്വലി നമുക്ക് അപ്പോൾ വലിയ ഇഷ്ടമില്ല, എണ്ണൻ്റെ അപ്പോൾ നമുക്ക് വലിയ ഇഷ്ടമില്ല നോമ്പ് തുറക്കുമ്പോൾ. അപ്പോൾ വീടെടുക്കുന്നതുകൊണ്ട് ഞാൻ ഇരിക്കുന്നുണ്ട് എന്തെങ്കിലും ആക്കണമെന്ന്. ബട്ട് ഐ ഡോണ്ട് നോ, ഞാൻ ആക്കിയിട്ട് തിന്നാൻ കഴിയണ്ടേ, അപ്പോൾ ഞാൻ എന്തെങ്കിലും ആക്കും. അത് ഷോ ഓക്കെ. വരുമ്പോഴേക്ക് ഇപ്പം അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ട്, ബസ്സിലും നല്ല ആളുണ്ടായി. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കണം, വരുമ്പം ഒരു 50-55 മിനിറ്റ് എടുത്ത് എത്താൻ. അപ്പോൾ ഇവിടെ നമ്മൾ ബസ് കീഴിട്ട് നമുക്ക് തൈലൂടി റോഡ് ക്രോസ് ചെയ്തിട്ട് പോകണം. ഇതാണ് നമ്മൾ സ്റ്റോപ്പ്, തസ്തക് എന്ന് പറയും. അതാണ് നമ്മൾ പള്ളിയിൽ ചെക്കറവേ ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ നോക്കാൻ വരുന്ന ചെക്കർ. അപ്പോൾ നമുക്ക് പോവാ. റെഡ് മാർക്ക് സിഗ്നലുള്ളത് നമുക്ക് നടക്കാം, കഥയില്ല. ഇവിടെ നമ്മൾ ഇപ്പോൾ കാണിച്ച പോലത്തെ ജന പോസ്റ്റ് എന്ന് പറയും. വീഡിയോ നമുക്ക് സാധാരണ വരും, പക്ഷേ ഞാൻ ഫസ്റ്റ് ആക്കുമ്പോൾ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായില്ലേ, അതേ അഡ്രസ്സിലേ പിന്നെ എപ്പോഴും വരും. പിന്നെ അഡ്രസ്സെല്ലാം മാറ്റണം, അത് പിന്നെ മെനക്കെട്ട പണി, നമുക്കത് വലിയ അറിയില്ല. ഇതെനിക്ക് എടുത്തിട്ട് ലോക്കൽ ഫ്രണ്ട്സ് ഇട്ടാക്കി തന്നതുകൊണ്ട് പിന്നെ ഞാൻ അത് തന്നെ യൂസ് ആക്കുന്നത്. ട്രാഫിക്കായി വൈകുന്നേരമായില്ലേ, അപ്പോൾ ട്രാഫിക് ആകുമ്പോൾ പോയിട്ട് വന്നതിന് എന്തോ ഒരു സമാധാനം. നമുക്കിപ്പോൾ മാർക്കറ്റിൽ കൂടി പോകണമെന്നുണ്ടായിനെ, ഞാൻ പറഞ്ഞിട്ടേ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആക്കണം, സ്നാക്സ് വൈകുന്നേരം. അപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിക്കണമെന്ന് പറഞ്ഞിട്ട് പോകണമെന്നുണ്ടായി. അപ്പോഴേക്ക് പൊരി പോലത്തെ വെയിലിൽ തീരെ കഴിയുന്നില്ല, ഫുള്ള് ടയേർഡായി ഞാൻ. അപ്പോൾ ഈ പോയിട്ട് വന്നെങ്കിൽ ചത്ത പോലെ തന്നെ ഇപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ടപ്പാ നാളെ പോയിടാം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ പോയില്ലേ, നാളെ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ ഇന്നത്തെ വീഡിയോ ഞാൻ കമ്പൈനായിട്ട് ഇടാം, അല്ലെങ്കിൽ ഇത് മാത്രം ഇടും, നോക്കാം. ഓക്കെ, അക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോയിക്ക് വെറുതെ ഇരിക്കാം. എന്താ പറയുക, എൻ്റെ ഫ്രണ്ട് ഉണ്ട് അങ്ങോട്ട് ആ റൂട്ടിൽ തന്നെ, ഓരോട് വേണമെങ്കിൽ അവിടെ മിങ്ങാൻ പറ്റും. പക്ഷേ എനിക്കറിയാം ഗൈസ്, ഞങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന കഴിയില്ല. എനിക്ക് എന്തെങ്കിലും ആയിട്ട് എൻഗേജ് ആണ് എപ്പോഴും. എത്ര ഞാൻ തന്നെ പറയും, എനിക്ക് ഫ്രീ ഇല്ലപ്പാ, ഞാൻ തിരക്ക് തന്നെയാണ്. എനിക്ക് എപ്പോൾ തിരക്കായിട്ട് ഇരിക്കുന്ന എനിക്ക് ഇഷ്ടം. You have to be engaged guys, otherwise you might be thinking something else which is negative. I don't know. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടാത്ത ചിന്തകൾ, ടെൻഷൻ, അങ്ങനെ എന്തെല്ലാം ഉണ്ടാവും. മനുഷ്യനല്ലേ. സോ ട്രൈ ടു എൻഗേജ് ഇൻ സം അതർ ആക്ടിവിറ്റി, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി. നമുക്കൊരു ലൈഫുള്ളൂ, സോ മാക്സിമം എൻജോയ് ആക്കുക. എന്തൊക്കെ ട്രബിൾ, എന്തൊക്കെ പ്രശ്നം, എന്തൊക്കെ വന്നാലും let it be, inshallah. Allah is there, so he will be planning something other good for you. അപ്പോൾ അങ്ങനെ ഒരു ഹോപ്പിൽ ലൈഫ് എൻജോയ് ചെയ്യാം. We have only one life. അപ്പം നമ്മൾ റൂമിലെത്തി, സാധനമുണ്ട് കയ്യിൽ. റൂമിലെത്തുമ്പോഴേക്ക് ഒരാൾ പഠിക്കുന്നിടെ ക്ലാസ്സിന് പോയിട്ടാ റൂമിലിട്ട് പഠിക്കുന്നു. അല്ലണ്ടി ഇന്നപ്പോൾ തന്നെ ഞാൻ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പിന്നെ തുറന്നു നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മളെ എന്ത് സാധനമുണ്ട് നമുക്ക് നോക്കി നോക്കാം. ആൻറ്റി ഫുള്ള് കുറേ കെട്ടെല്ലാം കെട്ടിയിട്ട് കൊടുത്തയച്ചിനെ. ഇത് എന്തെന്നറിയില്ല, തുറന്നു നോക്കാം. This is my personal thing. കഥയില്ല, ഒരു സ്ട്രാപ്ലെസ് ബ്രാ ഓർഡർ ചെയ്ത് 2 കളറിൻ്റെ. അത് ഓപ്പറേറ്റ് കാണിക്കുന്നില്ല, അതല്ലേ കാണിക്കുന്നു. ഇതെന്ത് നോക്കാം. ഇതിന് 2 സാധനം ഒരേപോലത്തെ ഓർഡർ ആക്കിനി. എന്താ എങ്ങനെയുണ്ട് ഗൈസ്? ലുക്കിംഗ് പ്രെറ്റി. സി
അല്ലേ ഇതിന് ഇൻസൈഡിൽ നമുക്ക് വെളിങ്ങനെ ഹാങ് ചെയ്യാനുള്ള ബാഗും ഉണ്ട്. നമുക്ക് രാവിലെ ക്ലാസ്സിന് പോകുമ്പം ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമുക്കിത് എടുക്കാം, നോ വറീസ്. പിന്നെ വലിയ ബാഗ് ഹാങ് ചെയ്ത് കൊടുക്കാം. നല്ലുണ്ടല്ലേ, സെയിം ലൈക്ക് അനദർ ഓൾസോ. 2 നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ഫോർ ഗിഫ്റ്റിംഗ്, നോ ദാറ്റ്സ് ഫൈൻ. വേറെ എന്ത്? ഇത് കുറേ നാളായി എനിക്ക് ഒരു റെഡ് ഹുഡിയും വൈറ്റ് ഷർട്ടും ഉണ്ടായി. എനിക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി ഒരു പാൻറ്റ് ഓർഡർ ആക്കിയിട്ട് കൊല്ലനായി പറയുവാണെങ്കിൽ എത്രയോ നാളായി. ഇപ്പം എത്ര വരുന്നു? ദ റെഡ് ബാഗി പാൻറ്റ്. ഇത് ഇത്രക്കുണ്ട്, എൻ്റെ അമ്മോ വലിയത്. മെറ്റീരിയൽ വലിയ നല്ലില്ലെങ്കിൽ കാർഗോ അല്ലേ, അപ്പോൾ ഈ ഒരു മെറ്റീരിയലേ വരും. അങ്ങനെ പോക്കറ്റ് എല്ലാം ഉണ്ട് ഇവിടെ, സിപ്പായിട്ട് വരുന്നത്, മറ്റേതല്ലോ ഞാൻ സ്റ്റൈൽ ചെയ്തിട്ട് കാണിക്കാം. ഇന്നല്ല വേറെ ദിവസം ഐ ഷോ യു, ഓക്കെ? വേറെ കുറേ സാധനം ഉണ്ടടാ, എന്തെല്ലാം ഉണ്ട്, വാ നോക്കി വെക്കാം. എന്ത് ഓ, ഇത് ഞാൻ എൻ്റെ ചെറുത്, എൻ്റെ ഫാത്തി എന്താ അവൾക്ക് ഈ ക്രാഫ്റ്റ് അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ എന്തോ അതിൽ ഞാൻ ടെമൂല് കണ്ടത് ഞാൻ വലിയ സാധനം കേട്ടോ, വലിയ ബീഡ്സ്, നല്ല രസമുള്ള ബീഡ്സ്. അയ്യോ ഇത് ഉണ്ടി ചാവിപ്പോയി കൈസ്, ഇത് രസമില്ല. എന്തിത് ബീഡ് കല്ലേ, ഇതാ അതിനെക്കാട്ട് ഇൻക്രീസും വേർത്ത്, നോട്ട് അറ്റ് ഓൾ വേർത്ത്, ബാഡ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിച്ചാ, രസമില്ല. അത് ഞാൻ കുറേ നാളായിട്ട് കാത്തുന്ന സാധനം. യോ തുറക്കുമ്പോൾ എന്തോരം മണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് മണം ഭയങ്കര ഇഷ്ടമെന്ന്. ഞാൻ സെൻട്രൽ കാൻഡിൽസ് മേടിച്ചതാന്ന് ഗൈസ്, നോക്കിയേ. സീൻ നല്ലൊരു എന്താ പറയുക, ഫ്ലവർ ലൈക്ക് ഫ്രഷ് ഫ്ലവറിൻ്റെ കാൻഡിൽ. ഇതാ ഞാൻ കത്തിച്ചിട്ട് ബയ്യെ കാണിച്ചു തരാം. നല്ല ക്യൂട്ട് 2 എണ്ണം. ഫ്ലവറിൻ്റെ പെറ്റൽസ് അടക്കമുണ്ട്, ഉള്ളിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല, പെറ്റൽസ് അടക്കമുണ്ട്. വെരി നൈസ്. സോ ഇത്രയും നമ്മൾ സാധനം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ബൈ.